സൗദിയിൽ മലയാളികൾക്ക് നേരെയും നിരവധി സൈബർ തട്ടിപ്പ് ശ്രമങ്ങൾ. ATM, ഇക്കാമ തുടങ്ങിയവയുടെ നമ്പറുകൾ ആവശ്യപ്പെട്ടാണ് കോളുകളിൽ ഭൂരിഭാഗവും. മലയാളികളടക്കം നിരവധി പേരാണ് ഇത്തരം കെണികളിൽ വീണുപോകുന്നത്. സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിരവധി മുന്നറിയിപ്പുകൾ സൗദി ഭരണകൂടം നിരന്തരം പുറത്തിറക്കുന്നുണ്ട്. സൗദിയിലും സൈബർ തട്ടിപ്പ് ശ്രമങ്ങൾ പെരുകുകയാണ്. മലയാളികളടക്കം നിരവധി പേരാണ് ഇത്തരം ചതിക്കുഴികളിൽ അകപ്പെട്ടു പോകുന്നത്. ATM, ഇക്കാമ തുടങ്ങിയവയുടെ നമ്പറുകൾ ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോളുകളിൽ ഭൂരിഭാഗവും. കഴിഞ്ഞ ദിവസം റിയാദിലെ മറ്റൊരു മലയാളിക്കും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. സൈബർ സെല്ലിനാണെന്ന് പറഞ്ഞു. എൻ്റെ ATM കാർഡ് എവിടെയാണ് അവസാനമായിട്ട് യൂസ് ചെയ്തതെന്ന് അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കിവിടെ ATM കാർഡ് ഇല്ല. അവർ ആ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് 3 തവണ ചോദിച്ചു. 3 തവണ ഇല്ലയെന്ന് തന്നെ പറഞ്ഞു. അതിനുശേഷം ഇക്കാമ നമ്പർ ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഇക്കാമ ഇല്ല, ഞാനിവിടെ പുതിയതായിട്ട് എത്തിയതേ ഉള്ളൂ. ആക്ച്വലി ഞാനിവിടെ ഒരു 4 വർഷമായിട്ടുണ്ട്. പക്ഷെ അതിലൊരു ഡൗട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്തത്. ആ ഒരു കോള് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തു. ബലദിയയിൽ നിന്നുള്ള ഫൈൻ എന്ന രീതിയിലായിരുന്നു യുവാവിന് മെസ്സേജ് ലഭിച്ചത്. സൈബർ സുരക്ഷയ്ക്കായി രാജ്യം ശക്തമായ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഇത്തരം കോളുകളോ തട്ടിപ്പ് ശ്രമങ്ങളോ നേരിടുന്നവർക്ക് അബ്ഷർ പ്ലാറ്റ്ഫോമോ മിനിസ്ട്രി ഓഫ് ഇന്റീരിയറിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ പരാതിപ്പെടാം. സൗദി നാഷണൽ സൈബർ സെക്യൂരിറ്റി അതോറിറ്റിയുമായി ബന്ധപ്പെട്ടാലും സഹായം ലഭ്യമാകും. 999, 937, 911 എന്നീ ടോൾ ഫ്രീ നമ്പറുകളും ഇതിനായി പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരം തട്ടിപ്പുകൾ നേരിടുന്നവർ സ്ക്രീൻഷോട്ട്, സ്ക്രീൻ റെക്കോർഡ് തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ പരമാവധി തെളിവുകൾ ഉണ്ടാക്കി ബന്ധപ്പെട്ടവരെ ഉടൻ തന്നെ വിവരമറിയിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. മിഷാൽ ചെർപ്പുളശ്ശേരി, മീഡിയ 1, റിയാദ്.